After a long interval, welcome on to yet another episode of Mind and Myth. ഇന്ന് ലോകമെമ്പാടും കോവിഡ് ഭീതിയിലാണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് മൈൻഡ് ആൻഡ് മിത്ത് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ദ മെൻ്റൽ ഹെൽത്ത് ആഫ്റ്റർ കോവിഡ്-19. പോസ്റ്റ് കോവിഡ് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ലോകമെമ്പാടും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് കോവിഡ്-19 ബാധിച്ച് ക്യൂർ ചെയ്തതിന് ശേഷം ആ ഒരു ട്രോമ നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു മെൻ്റൽ ഡിസ്ട്രെസ് ഒരു റെസിജ്വൽ സ്ട്രെസ്സായിട്ട് നമ്മളിൽ ലാസ്റ്റ് ചെയ്യുന്നു. ഇത് ഒരു ലോങ് ടേം ഇഫക്റ്റ് നമ്മളിലുണ്ടാക്കുന്നു. ഡിപ്രഷൻ ഉണ്ടാക്കുന്നു, ആങ്സൈറ്റി ഉണ്ടാക്കുന്നു. പോസ്റ്റ് ട്രോമ ഡിപ്രഷൻ എന്ന് തന്നെയാണ് ഇതിനെ പേരിട്ട് മെഡിക്കൽ ലോകം വിളിക്കുന്നത്. അപ്പം ഈ ഒരു ഡിപ്രഷൻ ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാം, എങ്ങനെ നമുക്കതിനെ തരണം ചെയ്ത് നമ്മുടെ ഒരു നോർമൽ ഹെൽത്തി കണ്ടീഷനിൽ എത്തിച്ചേരാം എന്നുള്ളതിനുള്ള കുറച്ച് ടിപ്സാണ് മൈൻഡ് ആൻഡ് മിത്ത് എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. So, welcome all. For every problem, there is a solution. We need to find it. അതുപോലെ ഈ ഡിപ്രഷനും there is a solution, but we need to find it. Not only that, we have to work on it. ഈ ഡിപ്രഷനെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ ആ സൊല്യൂഷൻ നമ്മൾ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അത് നമ്മൾ വർക്ക് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം, അത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം, what are those 5 points. The first one is സ്റ്റേ ആക്റ്റീവ്. നമ്മുടെ ഒരു പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ നമുക്കുണ്ടാകുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മുടെ ആക്റ്റീവ്നെസ്, ആ ഒരു ലെസ് ആക്ടിവിറ്റി, എപ്പോഴും റെസ്റ്റ് എടുക്കുക, അങ്ങനെ ഒരു ടെൻഡൻസിയിലേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആവണമെന്നല്ല, നമ്മുടെ മൈൻഡ് എൻഗേജ്ഡ് ആവണം. ഓരോ ആക്ടിവിറ്റീസിന് ഇപ്പം നമ്മുടെ നോർമൽ ലൈഫിൽ നമ്മൾ പർപ്പസ്ഫുള്ളി ചിലപ്പോൾ ഷെഡ്യൂൾ ചെയ്തൊന്നും വെച്ചിരിക്കുന്നുണ്ടാവില്ല. നമ്മുടെ നോർമൽ റണ്ണിങ് ടൈം റുട്ടീൻ അനുസരിച്ച് നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ നടന്ന് പോകും. പക്ഷേ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ നമ്മൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ വി ഷുഡ് പ്ലാൻ ആക്ടിവിറ്റീസ്, വി ഷുഡ് ഷെഡ്യൂൾ ടൈം. അങ്ങനെ നമ്മുടെ ഒരു ഡെയിലി അവേഴ്സ്, നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്തെ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ കംപ്ലീറ്റ്ലി ആക്റ്റീവ് ആയിരിക്കണം. നമ്മുടെ മൈൻഡിനൊരു ലൈക്ക് തിങ്കിങ് പ്രോസസ്സിനോ അങ്ങനെ ഒരു ടൈം അധികം കൊടുക്കാതെ വി ഷുഡ് സ്പെൻഡ് അവർ ടൈം in entertainment, reading, gathering knowledge, or doing the things we like. So the first and the most important point is staying active. Moving on to the next thing is staying connected. ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ നമ്മളെ വിട്ട് മാറിയിട്ടില്ല. അപ്പം കണക്ഷൻ ഇൻ ദ സെൻസ് എല്ലാ ഫ്രണ്ട്സുമായിട്ടൊരു പാർട്ടിക്ക് പോവുക, ഒരു ഗ്യാതറിങ്ങിന് പോവുക, അതൊന്നും നമുക്കിപ്പോഴും പോസിബിൾ അല്ല. ബട്ട് വി ഹാവ് മെനി അതർ ഓപ്ഷൻസ്. നമുക്ക് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ദർ ഇസ് സോഷ്യൽ മീഡിയ, വി ക്യാൻ മേക്ക് കോൾസ്, അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുക. അപ്പം വിൽ ടോക്ക്, വിൽ തിങ്ക് ലെസ്. നമ്മുടെ ഒരു മൈൻഡ് എപ്പോഴും ഒരു ഹാപ്പിനെസ് മോഡിലായിരിക്കും. അപ്പം സ്റ്റേ കണക്റ്റഡ് ടു പീപ്പിൾ, ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. നൗ മൂവിങ് ഓൺ ടു ദ തേർഡ് ആസ്പെക്ട് ഇസ് വറി ലെസ്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ശീലമായിരിക്കാം, നമ്മുടെ ഒരു ജനറേഷനുള്ള ശീലമായിരിക്കാം. നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഉടനെ ഗൂഗിൾ ചെയ്യും. ഗൂഗിളിൽ വരുന്നത് എക്സ്ട്രീം സിറ്റുവേഷൻസ് വരെയുള്ള കാര്യങ്ങൾ ഗൂഗിളിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം നമ്മളത് വായിച്ചിട്ട് ഇതെനിക്ക് വരുമോ, ഇതെനിക്ക് വരാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ആൻസൈറ്റിയും ഒരു ഫിയറും ഒരു വറിയും ഒരു സ്ട്രെസ്സും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കും. ആ ഒരു ടെൻഡൻസി നമ്മൾ ഈ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. ദാറ്റ് ഈസ് ദ തേർഡ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, ദാറ്റ് ഈസ് വറി ലെസ്. ഓൺ ടു ദ ഫോർത്ത് വൺ, ബി മൈൻഡ്ഫുൾ. ബീങ് മൈൻഡ്ഫുൾ എന്ന് വെച്ചാൽ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുന്നു, ഈ ഒരു ടൈമിൽ നമ്മൾ എൻഗേജ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള വർക്ക്സിലായിരിക്കും. മേ ബി മേക്കിംഗ് എ പെയിൻറ്റിങ്, ഡ്രോയിങ്, കുക്കിംഗ് ഓർ മെഡിറ്റേഷൻ, വാട്ട് എവർ. ആ കാര്യത്തിൽ 100% ഇൻവോൾവ് ആവുക, കോൺസെൻട്രേറ്റഡ് ആവുക. ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുകയാണെങ്കിൽ പോലും കംപ്ലീറ്റ്ലി നമ്മളുടെ ശ്രദ്ധ ഒരു കോളിൽ മാത്രം ആവുക. കുക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമ്മൾ അതിൽ മൈൻഡ്ഫുൾ ആവുക. ഇത് ഡിപ്രഷനെ
ഫൈറ്റ് ചെയ്യാനുള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മെത്തേഡാണ് ബി മൈൻഡ്ഫുൾ ഇൻ വാട്ട് എവർ യു ഡു. Now moving on to the last one, that is find positives. എപ്പോഴും നമുക്ക് ഹ്യൂമൻ ടെൻഡൻസിയാണ് നമ്മളെപ്പോഴും വാട്ട് ഗോസ് നെഗറ്റീവ്, എന്താണ് റോങ് ആയിട്ട് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ആവശ്യത്തിലേറെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. വാട്ട് ഗോസ് റൈറ്റ് അതിനെക്കുറിച്ച് നമ്മൾ ലീസ്റ്റ് ബോധേഡായിരിക്കും. അപ്പം ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് നമ്മളെങ്കിൽ ഒരു ഡേ നമ്മളുടെ എടുക്കുക. ആ ഡേയിൽ എത്ര ചെറുതാണെങ്കിലും പോസിറ്റീവായിട്ട് നടന്ന കാര്യങ്ങൾ, നല്ല രീതിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, അത് നോട്ട് ഡൗൺ ചെയ്യുക. നോട്ട് ഡൗൺ ഇനി 3 തിങ്സ്, നല്ല രീതിയിൽ നടന്ന ഇതിൽ 3 തിങ്സ് നോട്ട് ചെയ്യുക. ഫസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് 3 തിങ്സേ കാണുള്ളൂ, പിന്നീട് യുൽ സീ നല്ലതായിട്ട് പോയ ദോസ് തിങ്സ് ദാറ്റ് വെൻ വെൽ വിൽ ഇൻക്രീസ് ഇൻ ഇറ്റ്സ് നമ്പർ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. സോ ദീസ് ആർ ദ ഫൈവ് ഫൈൻ points to fight the post-COVID depression. First one is staying active. Second one is staying connected. Third is worry less. Fourth is be mindful. And the fifth one is find positives. ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് ആ ഒരു ഡിപ്രഷനെ ഫൈറ്റ് ചെയ്ത് നിങ്ങളുടെ നോർമൽ സെൽഫിൽ എത്തിച്ചേരാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you for watching Mind and Myth. As usual, നമ്മൾ പറയുന്നത് പോലെ something amazing is certainly awaiting us. Let us wait for it. Thank you.